ഞാൻ പഠിച്ച കുന്നത്തുപറമ്പ് AM-UP സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളോട് വായനാ ദിനത്തിന്റെ സന്ദേശം കൈമാറാൻ അവസരം കിട്ടിയതിൽ അതിയായി സന്തോഷിക്കുന്നു. മലയാളികളായ നമ്മോട് വായനയുടെ പ്രാധാന്യം ഉണർത്തിക്കൊണ്ട് ഒരു വായനാ ദിനം കൂടി നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. അക്ഷരദീപം കൊളുത്തി മലയാളിയെ വായനയുടെ ലോകത്തേക്ക് നയിച്ച PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നത്. 1926 സനാതനധർമ്മം എന്ന പേരിൽ ഒരു വായനശാല സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് അദ്ദേഹമായിരുന്നു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മഹത്തായ സന്ദേശം അദ്ദേഹം ജനങ്ങൾക്ക് പകർന്നു നൽകി. ചരിത്രത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കാൻ പുസ്തകങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ തൂലിക പടവാളാക്കി കവിതകളും കഥകളും നോവലുകളും രചിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന എഴുത്തുകാരെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ചില പുസ്തകങ്ങൾ വായനക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ് എന്ന നോവൽ അത്തരം ഒരു കൃതിയാണ്. 1988 പോർച്ചുഗീസ് ഭാഷയിൽ രചിച്ച ഈ നോവൽ 67 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒരു സ്വപ്നത്തിന്റെ പ്രേരണയിൽ സാന്റിയാഗോ എന്ന ഇടയബാലൻ നടത്തുന്ന നിധി തേടിയുള്ള യാത്രയാണ് ആൽക്കമിസ്റ്റിലെ പ്രമേയം. ആ യാത്രയിലുടനീളം നിരവധി പ്രതിസന്ധികളെ അവന് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും നിധി എന്ന ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ പ്രതിസന്ധികളെല്ലാം അവൻ തരണം ചെയ്യുന്നു. മരുഭൂമിയിലെ ഉഷ്ണക്കാറ്റ് മുന്നോട്ടുള്ള യാത്രയിൽ അവന് തടസ്സം നിൽക്കുമ്പോൾ മണൽ കൂനകൾ തീർത്ത് പ്രകൃതി അവനെ കവചമൊരുക്കുന്നു. അപ്പോഴാണ് ജനലക്ഷ്യങ്ങളെ പ്രചോദിപ്പിച്ച ആൽക്കമിസ്റ്റിലെ ആ വാക്കുകൾ വായനക്കാരിലേക്ക് എത്തുന്നത്. എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാക്കാനായി ലോകം മുഴുവൻ അവന്റെ സഹായത്തിനെത്തും. കവിതകളും കഥകളും നോവലുകളും അടങ്ങിയ സാഹിത്യ രചനകൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ മലയാളം. വിജ്ഞാന സമ്പാദനത്തിന് പുസ്തകങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന കാലമല്ല ഇന്ന്. പുത്തൻ സാങ്കേതിക വിദ്യകളുടെ കടന്നുകയറ്റത്തിൽ പുസ്തകങ്ങളുടെ ആവശ്യകത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലത്തിനനുസരിച്ച് വായനയുടെ രൂപവും മാറുന്നുണ്ട്. അച്ചടിച്ച പുസ്തകങ്ങൾക്ക് പകരം PDF രൂപത്തിൽ ലോകത്തിലെ ഏത് പുസ്തകവും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇനി വായിക്കാൻ മടിയുള്ളവർക്ക് വായിച്ചു കേൾപ്പിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വരെ ഇന്ന് ലഭ്യമാണ്. എന്നിരുന്നാലും വായനയെ അതിരറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ പുസ്തകങ്ങൾ നോക്കി വായിക്കാറാണ് പതിവ്. ഓരോ പുസ്തകത്തിലും എഴുത്തുകാരന്റെ ആത്മാവ് കുടികൊള്ളുന്നു എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ഏത് രീതിയിലായിരുന്നാലും പുസ്തക വായന നിങ്ങളൊരു ശീലമാക്കണം എന്നാണ് ഈ വായനാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്. വായനാ ദിനത്തിൽ മാത്രം ഒതുക്കാനുള്ളതല്ല വായന. പുസ്തകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ദിനം. നമ്മുടെ ശരീര വളർച്ചയ്ക്ക് ഭക്ഷണമെന്നതുപോലെ മാനസികാരോഗ്യവും ചിന്താശേഷിയും ഭാവനയും വളർത്താൻ വായന കൂടിയേ തീരൂ. ഞാൻ ഇത്ര പുസ്തകം വായിച്ചു എന്ന് അധ്യാപകരോട് കൂട്ടുകാരോട് പറഞ്ഞ് മേനി നടിക്കാനുള്ളതല്ല വായന. വായിക്കുന്ന പുസ്തകങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ നാം അറിയാതെ അതിലെ കഥാപാത്രങ്ങളായി മാറും. അപ്പോഴാണ് വായന മധുരതരമാവുക. മഹാന്മാരുടെ ആത്മകഥകൾ വായിക്കുന്നതിലൂടെ അവർ കടന്നുവന്ന വഴികൾ മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജീവിക്കുവാനും ആഴത്തിലുള്ള വായനയിലൂടെ നമുക്ക് കഴിയും. ഓരോ പുസ്തകം വായിക്കുമ്പോഴും പുതിയ അറിവുകൾ നാം സ്വായത്തമാക്കുകയാണ്. വായിക്കുമ്പോൾ ഒരു ചെറിയ നോട്ട്ബുക്ക് കയ്യിൽ കരുതണം. വായനയിൽ നിങ്ങൾക്ക് കിട്ടിയ പുതിയ വാക്കുകൾ, പ്രയോഗങ്ങൾ, ആശയങ്ങൾ എല്ലാം നിങ്ങൾ അതിൽ കുറിച്ചു വെക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ വായിച്ചതുമായി ബന്ധപ്പെട്ട് ചെറു കുറിപ്പ് തയ്യാറാക്കുക. വായനയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ആശയങ്ങളെ ഉൾക്കൊണ്ട് ചെറുകഥയോ കവിതയോ തയ്യാറാക്കി നോക്കുക. അങ്ങനെയൊക്കെയാണ് ഇന്ന് കാണുന്ന സാഹിത്യകാരന്മാർ ഉണ്ടായിട്ടുള്ളത്. പരന്ന വായനയിലൂടെ നിങ്ങൾക്കും ഉന്നതിയിലെത്താൻ കഴിയും. വിദ്യാഭ്യാസ കാലത്തെ മഹത്തരമാക്കുന്നത് വായനയാണ്. വായനക്കായി ധാരാളം സമയം കണ്ടെത്തണം. വലുതാകുമ്പോൾ ജോലി തിരക്കും മറ്റും കാരണം നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. പാഠപുസ്തകങ്ങൾക്കപ്പുറമുള്ള പുസ്തകലോകം നിങ്ങൾ അറിയണം. എല്ലാവർക്കും വായനാദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.